ശബരിമല കൊള്ള തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ സുഭാഷിതം ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ചാനലുകളിലേക്ക് ഞാൻ പോയിരുന്നു. മറുനാടൻ മലയാളി, ABC, ഞാൻ ഈ പേര് പറയുന്നത് നിങ്ങൾ ഗാലറി കയറി നോക്കണം, അതുകൊണ്ടാണ് ഈ പേരുകൾ പറയുന്നത്. ജനം TV, തത്വമയി തുടങ്ങിയ നിരവധി ചാനലുകളിൽ ഞാൻ വർത്തമാനം പറഞ്ഞിരുന്നു. സുഭാഷിതത്തിൽ നിരവധി വീഡിയോ ചെയ്തിരുന്നു. അതിശക്തമായി പറഞ്ഞിരുന്നു, കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഈ കളി മുന്നോട്ട് പോകൂല. ഇതിൻ്റെ ക്യാപ്റ്റൻ കടകംപള്ളി സുരേന്ദ്രനാണ്, ഇതിൻ്റെ കോച്ച് കടകംപള്ളിയാണ്. കാരണം മന്ത്രി, നമ്മുടെ കേരളത്തിലെ സംവിധാനം അനുസരിച്ച് മന്ത്രിയുടെ ഓഫീസ് അറിയാതെ ഇതുപോലെ എത്ര സ്വതന്ത്ര സ്ഥാപനമായാലും, ദേവസ്വം ബോർഡിൽ എത്ര സ്വതന്ത്രമായാലും പോകാൻ പറ്റില്ല. കാരണം ആ സ്വാതന്ത്ര്യം നമ്മുടെ മന്ത്രിമാർ അനുവദിച്ചു കൊടുത്തിട്ടില്ല. യൂണിവേഴ്സിറ്റികൾക്ക്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് സ്വയംഭരണാവകാശമുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റികൾ ഗവൺമെൻറ് എന്തുമാത്രം ഭരിക്കുന്നു? സിൻഡിക്കേറ്റിനെ വെച്ച്, സെനറ്റിനെ വെച്ച്, ബഡ്ജറ്റ്, എന്തെല്ലാം കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി കയറി ഭരിക്കുന്നത്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെയും കയറി ഭരിക്കും. അതുകൊണ്ട് മന്ത്രി അറിയാതെ ഇത് നടന്നു പറഞ്ഞാൽ വിശ്വസിക്കാനേ കഴിയില്ല. അന്ന് പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ്റെ ചില ബൈറ്റുകളുണ്ട്. ഇതെല്ലാം കേരള സമൂഹം ചർച്ച ചെയ്യണം. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, എനിക്ക് ഉണ്ണികൃഷ്ണനെ അറിയില്ല. അപ്പോൾ ചോദിച്ചു, താങ്കൾ അപ്പോൾ പത്മകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, മന്ത്രി ഓഫീസിൽ നിന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കടകംപള്ളി പറഞ്ഞത്, എൻ്റെ ഓഫീസിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ വരും, അതൊന്നും ഞാൻ കാണുന്നില്ല. ഇത് ഞാൻ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്ത കൂട്ടത്തിൽ ഒരപേക്ഷ ഞാൻ ഫോർവേഡ് ചെയ്തതാണ്, അത് ഞാൻ ഓർക്കുന്നില്ല. ഈ ബൈറ്റുകൾ കിടപ്പുണ്ട്, നമ്മുടെ പ്രധാന ചാനലുകളെല്ലാം കിടപ്പുണ്ട്, എല്ലാ സാറ്റലൈറ്റ് ചാനലുകളിലും കിടപ്പുണ്ട്. ഏഷ്യനെറ്റ് എടുത്ത് നോക്കൂ, റിപ്പോർട്ടർ എടുത്ത് നോക്കൂ, അല്ലെങ്കിൽ മാതൃഭൂമി, മനോരമ, എല്ലാ ചാനലിലും 24 കിടപ്പുണ്ട്. പഴയ ഗാലറികൾ നോക്കിയാൽ മതി. അപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞേ കൂടാന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ ചില ചാനലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിൻ്റെ അടുത്തുള്ള വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ പലവട്ടം കടകംപള്ളി സുരേന്ദ്രൻ MLA ബോർഡ് വെച്ചും ബോർഡ് വയ്ക്കാതെയൊക്കെ ആ വീട്ടിൽ വന്നിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു, ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ ഒരു വളരെ സാധാരണ ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്താണ് ബന്ധം, എന്താണ് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി, ഇതറിയാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അടിയന്തരമായിട്ട് ED ആയാലും SIT ആയാലും കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാതെ ഇനി മാർഗമില്ല. കേരള സമൂഹത്തിൻ്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ല. പൊളിറ്റിക്കൽ ലീഡർ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ കണ്ടതാണ്. KP ശങ്കരദാസ് എന്ന് പറയുന്ന ബോർഡ് മെമ്പറെ പോലും അറസ്റ്റ് ചെയ്യുന്നതിൽ നടന്ന നാടകങ്ങൾ മലയാളി കണ്ടതാണ്. അദ്ദേഹത്തിന് മാനസിക രോഗം ഉണ്ടെന്ന് വരെ എഴുതി വെച്ച് അവസാനം ഊളംപാറ കൊണ്ടുപോയി കൂടെ എന്ന് കോടതി അതിനിശിതമായി വിമർശിച്ചതിന് ശേഷമാണ് കൃത്രിമ IC യൂണിറ്റ് വരെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ, തിരുവനന്തപുരത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൃത്രിമ IC യൂണിറ്റ് വരെ. അപ്പോൾ എന്ത് സ്വാധീനമാണ് ഭരണത്തിനും സംവിധാനങ്ങൾക്കും ഉള്ളതെന്ന് ആലോചിക്കണം. 2 IPSകാർ, 2 സീനിയർ IPSകാർ ഈ വിഷയങ്ങളിൽ നിതാന്ത ജാഗ്രതയോടെ ഇടപെടുന്നുവെന്ന് പറഞ്ഞത് VD സതീശനാണ്. അദ്ദേഹം അത് വിഴുങ്ങി. പിന്നെ അദ്ദേഹം മിണ്ടിയില്ല. എന്താണ് കാരണം എന്നറിയില്ല. അദ്ദേഹത്തെ ആരാണ് സ്വാധീനിച്ചതെന്നറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേരിലും ചില പുനർജനി കേസ് എന്നൊക്കെ പറഞ്ഞ ചില പ്രശ്നങ്ങൾ കിടപ്പുണ്ടല്ലോ. എന്തായാലും വളരെ കൃത്യമായി സതീശൻ വിഴുങ്ങി. VD സതീശൻ കേരള സമൂഹത്തിൽ 2 IPSകാർ ആരാണ്? അതിൽ ആ IPSകാരല്ലേ ഹരിശങ്കർ IPSകാരനും കൂടിയൊക്കെ ചേർന്ന് അവിടെ പിന്നെ ശബരിമലയിലുള്ള IPS സംവിധാനമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാം വേണ്ടപ്പെട്ടവരും പരിചയക്കാരുമാണ്. ഈ IPSകാരുടെ ഒരു സംവിധാനം വളരെ കൃത്യമായി KP ശങ്കരദാസിനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു. ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, അതോടുകൂടി അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കലൊക്കെ തീരുമല്ലോ. ഇനി അവർ കൊന്നുകളയാത്തത് ഭാഗ്യം. ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഡോക്ടർക്ക് സ്വാധീനിച്ചോ, നഴ്സിനെ സ്വാധീനിച്ചോ, ഇഞ്ചക്ഷൻ വെച്ച് കൊന്നുകളയാത്തത് ഭാഗ്യം. കാരണം അത്രമാത്രമാണ് നമ്മുടെ ഈ നിഗൂഢ സംഘം പോകുന്നത്. വീണ്ടും കടകംപള്ളിയിലേക്ക് വരുമ്പോൾ പ്രശാന്തിനെയും കടകംപള്ളിയെയും അറസ്റ്റ് ചെയ്യാതെ ഈ കഥ പൂർണ്ണമാകില്ല. നാളെ ഒരു സിനിമ എടുക്കാനുള്ള എല്ലാ സ്കോപ്പും ശബരിമലയിൽ കിടപ്പുണ്ട്. ശബരിമലയുടെ കൊള്ളയും 50കൾ മുതൽ തീവച്ച നാൾ മുതലുള്ള സകല കാര്യങ്ങളും പറഞ്ഞാൽ ഒരു വലിയ സിനിമയ്ക്കുള്ള, ഒരു മെഗാ സിനിമയ്ക്കുള്ള, ഒരു ബോളിവുഡ് സിനിമയ്ക്കുള്ള എല്ലാ സാധ്യതയുമുള്ളൊരു വിഷയമായി ശബരിമല വളരുകയാണ്. അതുപോലെ EDയുടെ ലിസ്റ്റിൽ കടകംപള്ളി സുരേന്ദ്രനുണ്ട്, EDയുടെ ലിസ്റ്റിൽ PS പ്രശാന്ത് ഉണ്ട്. അതുപോലെ തന്നെ SITയുടെ ലിസ്റ്റിൽ ഒരു പ്രാവശ്യം കടകംപള്ളിയുടെ മൊഴിയെടുത്തു. രഹസ്യമായിട്ടാണ് മൊഴിയെടുത്തത്. വെള്ളിയാഴ്ച മൊഴിയെടുക്കുന്നു, ശനിയാഴ്ച മൊഴിയെടുക്കുന്നു, ഞായറും തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത്. സാറ്റലൈറ്റ് ചാനലുകളെ പോലും ഈച്ചയനങ്ങിയാൽ
ഓടിയാൽ അല്ലെങ്കിൽ ഉറുമ്പരിച്ചാൽ സകല കാര്യങ്ങളും കൊത്തിപ്പറക്കിയെടുക്കുന്ന വലിയ വലിയ ഭീഷ്മാകാര്യന്മാരായ ചാനലുകളും റിപ്പോർട്ടർമാരും ഇവിടെ ഉണ്ടായിട്ട് 2 ദിവസം കഴിഞ്ഞാണ് കടകംപള്ളിയെ SIT ചോദ്യം ചെയ്തത് അറിഞ്ഞത്. അത്ര രഹസ്യമായിട്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുവെങ്കിൽ, അതേസമയം തന്ത്രിയെ പിടിച്ചപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ വാർത്തകൾ വന്നു. തന്ത്രിയുടെ റിപ്പോർട്ട്, കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ചാനലുകളിൽ വന്നു. അത് പുറത്തു കൊടുത്തതും ആരാണ്? ഇവരെ അകത്താക്കി വെച്ച് ചർച്ച ചെയ്തതും ആരാണ്? അതീവ ഗുരുതരമായിട്ടുള്ള വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചോദ്യമാണ് മലയാളി സമൂഹം ചോദിക്കുന്നത്. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ വീഡിയോ ചെയ്തപ്പോൾ ഞങ്ങൾക്കെതിരെ പല ആളുകളും പല രൂപത്തിൽ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, അത് ശരിയാണോ? കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ? അതിനുശേഷം ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ഈ കടകംപള്ളി സുരേന്ദ്രൻ വന്നിരുന്നു. അപ്പോൾ വന്നിരുന്നപ്പോൾ ഞാനും ആ വിവാഹത്തിന് പോയിരുന്നു. അപ്പോൾ നിരവധി ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളായ നിരവധി ആളുകൾ ചോദിച്ചു, താങ്കൾ ആ വീഡിയോ ചെയ്തത് ശരിയായോ? ഞാൻ പറഞ്ഞു, ശരിയാണെന്ന് മാത്രമല്ല 100% ശരിയാണ് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വളരെ കൃത്യമാണ്, വളരെ വളരെ കൃത്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്ക്. സുരേന്ദ്രൻ പലവട്ടം ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ്റെ സ്പോൺസർ ആര്? അപ്പോൾ വീണ്ടും പത്മകുമാറിലേക്ക് വന്നാൽ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായിട്ടുള്ള രണ്ടാമൻ ആരാണ്? ഒരാളാവണമെന്നില്ലല്ലോ. ഒന്ന് തന്ത്രിയാണ്, രണ്ടാമൻ കടകംപള്ളി സുരേന്ദ്രനാണോ? അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇത് അറിയാമെങ്കിൽ, കടകംപള്ളി സുരേന്ദ്രൻ പലവട്ടം അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ വിഷയം മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? അടുത്ത വളരെ കൃത്യമായൊരു ചോദ്യം, ഈ വിഷയം സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷിന് അറിയില്ലേ? ആടപടലം CPM പെടുമോ? ഈ ശബരിമല കേസിൽ ആടപടലം CPM പെടാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത് എന്നുള്ളതാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തേ കഴിയൂ. പക്ഷെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ, അല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കണം. അപ്പോൾ ഗോവിന്ദൻ്റെ മൊഴിയുമൊക്കെ എടുക്കേണ്ടി വരും. ഇത് വളരെ ഗൗരവതരമായ ഒരു ക്യാൻവാസിലേക്ക് ഈ കേസ് മാറുകയാണ്. സാധാരണ കേസ് എന്ന് പറഞ്ഞാൽ ഏതൊരു അന്വേഷണവും ചുരുങ്ങിയാണ് പോകുന്നത്. അവസാനം ആദ്യമൊക്കെ പ്രതികളെ കിട്ടി, തൊണ്ടിയൊക്കെ കിട്ടി അത് ചുരുങ്ങിയാണ് പോകുന്നത്. പക്ഷേ ഇത് ഒരു അപസർപ്പക കഥ പോലെ, കോട്ടയം പുഷ്പനാഥിൻ്റെ പഴയ കാലത്തെ നോവൽ വായിക്കും പോലെ ഓരോ ചാപ്റ്റർ തുറക്കുമ്പോഴും അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത് വളരെ കൃത്യമായിട്ടുള്ള, വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് കിട്ടുന്ന വാർത്ത വളരെ ഗുരുതരമാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ, അദ്ദേഹം ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അദ്ദേഹം കിങ് പിന്മാരിൽ വളരെ പ്രധാനിയാണ്. ഈ മാസ്റ്റർ ബ്രെയിനിൽ വളരെ പ്രധാനിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതാദ്യം മുതലേ ഞങ്ങൾ പറയുന്ന കാര്യമാണ്. വളരെ തീർച്ചയായിട്ടും കഴിയുന്നത് വേഗം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കേസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് SIT കടക്കേണ്ടതാണ്. ഇനി ഒരു ചോദ്യമേ നമുക്ക് ബാലൻസ് ഉള്ളൂ, ED ആയിരിക്കുമോ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്, അതോ SIT ആയിരിക്കുമോ അറസ്റ്റ് ചെയ്യുന്നത്? ED എന്നാണ് ഇനി ചോദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് തന്നെ SIT 2ാം വട്ട ചോദ്യം ചെയ്യൽ നടത്തുമോ? അതിലൂടെ കടകംപള്ളിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുമോ? കടകംപള്ളി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ഉണ്ണികൃഷ്ണനെ പരിചയമുണ്ടെന്ന്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ കടകംപള്ളി സുരേന്ദ്രൻ എല്ലാ ചാനലുകളോടും തനിക്ക് യാതൊരു ബന്ധവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കില്ലെന്നും, മന്ത്രിയായിരുന്നപ്പോൾ ആരൊക്കെ അപേക്ഷ തന്നും തനിക്ക് ഓർമ്മയില്ലെന്നും, അങ്ങനെ ഏതിലെങ്കിലും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒപ്പെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു അപേക്ഷയ്ക്ക് വെച്ച ഒപ്പാണെന്നും, അത് അങ്ങനെ ആരപേക്ഷ തന്നാലും ഞാൻ ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞ മന്ത്രി ഭരണഘടനാ ലംഘനം കൂടിയാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയായിരുന്നെങ്കിൽ 24 മണിക്കൂറിനകത്ത് രാജിവെക്കണമായിരുന്നു. അദ്ദേഹം MLA പദവിയും അടിയന്തരമായിട്ട് രാജിവെക്കണം. മന്ത്രിയായിരുന്നപ്പോൾ ഭരണഘടനാ ലംഘനം കൂടെ നടത്തിയത് കൊണ്ട്, കള്ളം പറഞ്ഞതുകൊണ്ട്, അപ്പോൾ ചെയ്തൊരു പ്രോസസ്സിനെ കുറിച്ച് ഇപ്പോൾ കള്ളം പറഞ്ഞത് കൂടി വച്ചിട്ട് അതിൻ്റെ കേസ് വേറെ, ക്രിമിനൽ കേസ് വേറെ വരേണ്ടതാണ്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലാണ് കടകംപള്ളിയുടെ കേസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.